ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളും ഹോം അപ്ലയൻസും ഒരു കുടക്കീഴിലൊരുക്കി മൈജി ഫ്യൂച്ചർ ഏപ്രിൽ 10 തൃശൂർ പൂത്തോളിലെത്തുന്നു. നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. ഹണ്ടൻ ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കൂത്തുപറമ്പിലെ മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളെന്ന് പോലീസ്. അക്രമി സംഘത്തിൽ 10ലധികം പേരെന്ന് ജില്ലാ പോലീസ് മേധാവി. പേര് ചോദിച്ച് ഉറപ്പാക്കിയ ശേഷമാണ് ആക്രമിച്ചതെന്ന് കൊല്ലപ്പെട്ട മൻസൂറിന്റെ സഹോദരൻ. CPIM ആസൂത്രണം ചെയ്ത കൊലപാതകമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. പങ്കില്ലെന്ന് CPIM. പ്രാദേശിക സംഘർഷമെന്ന് A വിജയരാഘവൻ. CPIMന് പരാജയ ഭീതിയെന്ന് പ്രതിപക്ഷ നേതാവ്. വോട്ടെടുപ്പിന് പിന്നാലെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വ്യാപക അക്രമം. കായംകുളത്ത് 2 കോൺഗ്രസ് പ്രവർത്തകർക്കും കാസർഗോഡ് യുവമോർച്ച വൈസ് പ്രസിഡന്റിനും വെട്ടേറ്റു. അക്രമങ്ങൾക്ക് പിന്നിൽ CPIM, DYFA പ്രവർത്തകരെന്നാരോപിച്ച് കോൺഗ്രസും BJPയും. പാനൂർ കൊലപാതകത്തിൽ മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരണവുമായി P ജയരാജൻ. ജയൻരാജ് അത്തരമൊരു പോസ്റ്റിട്ടതിലെ സാഹചര്യം അറിയില്ല. സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് പോസ്റ്റെങ്കിൽ യോജിക്കുന്നില്ലെന്നും P ജയരാജൻ. ഇരന്നു വാങ്ങുന്നത് ശീലമായി പോയെന്നായിരുന്നു ജയൻരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. CPIM ആസൂത്രിത കൊലപാതകം നടത്തിയെന്നതിന്റെ തെളിവാണ് ഫേസ്ബുക്ക് പോസ്റ്റെന്ന് PK ഫിറോസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം അവകാശപ്പെട്ട് LDFും UDFും തുടർ ഭരണം ഉറപ്പെന്ന് CPIM. CPIMന്റെ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിച്ചെന്ന് രമേശ് ചെന്നിത്തല. 3ാം ബദൽ ഉയർന്നുവരുമെന്ന് K സുരേന്ദ്രൻ. പാലക്കാട് കോൺഗ്രസിന്റെ വോട്ട് കിട്ടിയെന്ന് E ശ്രീധരൻ. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ NSS ജനറൽ സെക്രട്ടറി നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ CPIM. G സുകുമാരൻ നായരുടെ രാഷ്ട്രീയ താൽപര്യം തുറന്നു കാണിക്കുമെന്ന് A വിജയരാഘവൻ. നായർ സമുദായം പ്രസ്താവന തള്ളുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി. സുകുമാരൻ നായർ കോൺഗ്രസുകാരനാണെന്ന് മന്ത്രി M. മണി. NSSനെ ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്താൻ നോക്കേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ്. NSSനോടുള്ള CPIM ഭീഷണി അവസാനിപ്പിക്കണമെന്ന് PK കൃഷ്ണദാസ്. മഞ്ചേശ്വരത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ആശങ്കയുണ്ടെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. BJP ജയിച്ചാൽ ഉത്തരവാദിത്തം CPIMന്. CPIM വോട്ട് തേടിയ മുല്ലപ്പള്ളിയുടെ നടപടി വിഡ്ഢിത്തമെന്ന് AK ബാലൻ. മുല്ലപ്പള്ളിയുടെ പ്രസ്താവന ആശയക്കുഴപ്പമുണ്ടാക്കിയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. നേമത്തെ BJPയെ തോൽപ്പിക്കാൻ CPIM കോൺഗ്രസിന് വോട്ട് ചെയ്തെന്ന് K സുരേന്ദ്രൻ. നേമത്തും കഴക്കൂട്ടത്തും CPIM പിന്തുണ തേടിയിരുന്നുവെന്ന് SDPI. രാജ്യത്തെ കോവിഡ് സാഹചര്യം അതിസങ്കീർണം. പ്രതിദിനം രോഗം ബാധിക്കുന്നവരുടെ എണ്ണം 1,15,000 കടന്നു. 24 മണിക്കൂറിനിടെ 630 മരണം. അടുത്ത 4 ആഴ്ച നിർണായകമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. RT-PCR പരിശോധന വർദ്ധിപ്പിക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സന്ദീപ് നായരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജി നാളെ വീണ്ടും പരിഗണിക്കും. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ പാടില്ലെന്നും കോടതി. കേന്ദ്ര സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് മാവോയിസ്റ്റുകൾ. മധ്യസ്ഥരെ സർക്കാരിന് തീരുമാനിക്കാമെന്ന് പ്രസ്താവന. ഛത്തീസ്ഗഡിൽ കസ്റ്റഡിയിലുള്ള ജവാനെ വിട്ടയക്കാൻ തയ്യാറെന്നും മാവോയിസ്റ്റുകളുടെ അറിയിപ്പ്. പലിശ നിരക്കിൽ മാറ്റം വരുത്താതെ RBI വായ്പാ നയം പ്രഖ്യാപിച്ചു. റിവേഴ്സ് റിപ്പോ നിരക്കുകളിൽ മാറ്റമില്ല. GDP 10% ഉയരുമെന്ന് RBI ഗവർണർ. കോവിഡിന്റെ 2ാം തരംഗം ആഭ്യന്തര വളർച്ചയെ ബാധിച്ചേക്കാമെന്നും RBI. പാലായിൽ ജോസ് കെ മാണി വിരുദ്ധ വികാരം ഉണ്ടായിരുന്നതായി UDF സ്ഥാനാർത്ഥി മാണി C കാപ്പൻ. തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം പറയാതെ വ്യക്തിഹത്യയാണ് UDF നടത്തിയിരുന്നതെന്ന് ജോസ് കെ മാണി. കേരള കോൺഗ്രസ് വൻ മുന്നേറ്റമുണ്ടാക്കുമെന്ന് PJ ജോസഫ്. കടൽക്കൊലക്കേസ് അടിയന്തര പ്രാധാന്യത്തോടെ പരിഗണിക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം അംഗീകരിച്ച് സുപ്രീം കോടതി. കേസ് മറ്റന്നാൾ പരിഗണിക്കും. ഇറ്റാലിയൻ സർക്കാർ കൂടി ഉൾപ്പെട്ട കേസാണെന്നും വിഷയം ഒത്തുതീർന്നെന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. മുട്ടാർപ്പുഴയിൽ 13 വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പിതാവിനെ കണ്ടെത്താൻ കഴിയാതെ പോലീസ്. പിതാവ് സനു മോഹൻ ഒളിവിൽ കഴിയാൻ സാധ്യതയുള്ളയിടങ്ങളിൽ പരിശോധന. തമിഴ്നാട്ടിൽ നിന്നും അന്വേഷണ സംഘം കൊച്ചിയിൽ മടങ്ങിയെത്തി. സനു മോഹൻ മറ്റെങ്ങോട്ടെങ്കിലും കടന്നിരിക്കാമെന്ന നിഗമനത്തിൽ പോലീസ്. തിരുവനന്തപുരത്ത് UDFനായി പരസ്യമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ദൃശ്യങ്ങൾ പുറത്ത്. മലയൻകീഴ് സ്റ്റേഷനിലെ ASI ഹരീഷിന്റെ ദൃശ്യങ്ങളാണ് പുറത്തായത്. UDF ബൂത്ത് ഓഫീസിൽ നിന്ന് സ്ലിപ്പ് എഴുതി നൽകുന്നതും സ്ഥാനാർത്ഥിയോട് സംസാരിക്കുന്നതും ദൃശ്യങ്ങളിൽ. ദേശീയ വാർത്തകൾ.
തമിഴ്നാടൻ ശരത് കുമാർ, ഭാര്യ രാധിക ശരത് കുമാർ എന്നിവർക്ക് 1 വർഷം തടവ്. 5 കോടിയുടെ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് ചെന്നൈ പ്രത്യേക കോടതിയുടെ നടപടി. റേഡിയൻസ് മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. റഷ്യൻ കോവിഡ് വാക്സിൻ സ്പുട്നിക്കിന്റെ ഇന്ത്യയിലെ ഉൽപാദനത്തിനായി കരാറിൽ ഏർപ്പെട്ട് പനാഗ ബയോടെക് പ്രതിവർഷം 100 മില്യൺ ഡോസ് വാക്സിൻ നിർമ്മിക്കും. കോവിഡ് വാക്സിൻ നിർമ്മാണത്തിനായി റഷ്യൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഇന്ത്യയിൽ കരാറിൽ ഏർപ്പെട്ടത് 5 കമ്പനികളുമായി. വർദ്ധിച്ചുവരുന്ന കോവിഡ് പോസിറ്റീവ് കേസുകളുടെ പശ്ചാത്തലത്തിൽ പുനയിൽ ആശുപത്രികളിൽ കിടക്കകൾ കുറയുന്നു. ഓക്സിജൻ സിലിണ്ടറുകളുമായി രോഗികൾ വരാന്തകളിലെന്ന് പരാതി. കൂടുതൽ കോവിഡ് കെയർ യൂണിറ്റുകൾ കൂടി തുറക്കണമെന്ന ആവശ്യം ശക്തം. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ റഷ്യൻ പ്രതിരോധായുധങ്ങൾ നിർമ്മിക്കാൻ തീരുമാനം. പ്രതിരോധ മന്ത്രി എസ് ജയശങ്കറും റഷ്യൻ പ്രതിരോധ മന്ത്രി സെർജി ലെവറോവും തമ്മിൽ ചർച്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സാങ്കേതിക സഹകരണം ശക്തിപ്പെടുത്താൻ തീരുമാനം. മഹാരാഷ്ട്രയിൽ വൈറസിന്റെ പുതിയ വകഭേദം സംശയിച്ച് സർക്കാർ. ചെറിയ കാലയളവിൽ വൈറസ് കൂടുതൽ ആളുകളിലേക്ക് പടരുന്നുണ്ടോ എന്ന് സംശയം. NCDCക്ക് സാമ്പിളുകൾ അയച്ചു. കർണാടകയിൽ സർക്കാർ ബസ് ജീവനക്കാർ സമരത്തിൽ. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ടാണ് വിവിധ യൂണിയനുകൾ പണിമുടക്കുന്നത്. നടപടിയില്ലെങ്കിൽ സമരം തുടരുമെന്ന് ജീവനക്കാർ. INX മീഡിയ കേസിൽ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് പി ചിദംബരത്തിന് ഇളവ്. ഡൽഹി CBI പ്രത്യേക കോടതിയാണ് ഇന്ന് ഹാജരാകുന്നതിൽ നിന്ന് ഇളവ് നൽകിയത്. പി ചിദംബരം തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് രംഗത്തുനിന്ന് അഭിഭാഷകൻ. ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരത്തിനും ഇളവ്. മധ്യപ്രദേശിൽ ബസ് സർവീസുകൾ താൽക്കാലികമായി നിർത്തി. ഉയർന്ന കോവിഡ് കേസുകളുടെ പശ്ചാത്തലത്തിലാണ് സർക്കാർ തീരുമാനം. ഈ മാസം 15 വരെയാണ് ബസ് സർവീസുകൾ നിർത്തിവച്ചിരിക്കുന്നത്. മുൻ മുംബൈ പോലീസ് കമ്മീഷണർ പരംബീർ സിംഗിനെ NIA ചോദ്യം ചെയ്യുന്നു. മൊഴി റെക്കോർഡ് ചെയ്യും. സച്ചിൻ വാസെ ഇന്ന് NIA കോടതിയിൽ ഹാജരാക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർക്ക് വധഭീഷണി. 11 ചാവേറുകളെ നിയോഗിച്ചെന്ന ഭീഷണി ഇമെയിൽ ലഭിച്ചതായി CRPF. ആരാധനാലയങ്ങളും മറ്റു പ്രധാന കേന്ദ്രങ്ങളും ആക്രമിക്കുമെന്നും സന്ദേശം. ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 12.5 കുതിക്കുമെന്ന് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. 2021 ചൈനയേക്കാൾ വളർച്ചാ നിരക്ക് ഇന്ത്യക്കുണ്ടാകുമെന്നും കോവിഡ് പശ്ചാത്തലത്തിലും പോസിറ്റീവ് വളർച്ചയുണ്ടായ ഏക വലിയ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേതെന്നും IMF. രോഗവ്യാപന പശ്ചാത്തലത്തിൽ പഞ്ചാബിലും രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തി. രാത്രി 9 മണി മുതൽ രാവിലെ 7 മണി വരെ നിയന്ത്രണം. ഈ മാസം 30 വരെ കർഫ്യൂ തുടരും. പൊതുപരിപാടികൾക്കും നിയന്ത്രണം. VIP-കൾ കടന്നുപോകുന്ന സമയങ്ങളിൽ പൗരന്മാർക്കുണ്ടാകാവുന്ന ബുദ്ധിമുട്ട് പരമാവധി ഒഴിവാക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ബാനർജി അധ്യക്ഷനായ ബെഞ്ച് തമിഴ്നാട് DGPക്ക് നിർദ്ദേശം നൽകി. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഒഴികെയുള്ള VIP-കളുടെ കാര്യത്തിലാണ് നിർദ്ദേശം. മഹാരാഷ്ട്രയിൽ പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി BJP. ലോക്ഡൌൺ നടപ്പിലാക്കുന്നതിനോടൊപ്പം ജനങ്ങൾക്ക് ജീവിത സാഹചര്യം ഒരുക്കേണ്ടതും സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ ബാച്ചു പാട്ടീൽ. മധ്യപ്രദേശിലെ സ്വകാര്യ ആശുപത്രികളിൽ കോവിഡ് ചികിത്സയ്ക്ക് ഈടാക്കേണ്ട നിരക്ക് സർക്കാർ നിശ്ചയിക്കുമെന്ന് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. തീരുമാനം സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് അമിത നിരക്ക് ഈടാക്കുന്നുവെന്ന പരാതിയുടെ പശ്ചാത്തലത്തിൽ. കാറിൽ വാഹനം ഓടിക്കുന്നയാൾ മാത്രമേ ഉള്ളൂവെങ്കിലും മാസ്ക് നിർബന്ധമെന്ന് ഡൽഹി ഹൈക്കോടതി. ഒരാൾ ഓടിക്കുന്ന വാഹനത്തെയും പൊതുസ്ഥലമായി കണക്കാക്കും. മുതിർന്നവരുള്ള വീടുകളിൽ മാസ്ക് ധരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കണമെന്നും ഡൽഹി ഹൈക്കോടതി. സുപ്രീം കോടതിയിലും ഹൈക്കോടതികളിലും പ്രാക്ടീസ് ചെയ്യുന്ന വനിതാ അഭിഭാഷകരെ ഹൈക്കോടതി ജഡ്ജിമാരായി നിയമിക്കണമെന്ന ആവശ്യവുമായി വനിതാ ലോയേഴ്സ് അസോസിയേഷൻ സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകി. ജുഡീഷ്യറിയിൽ സ്ത്രീ പ്രാതിനിധ്യം കുറവാണെന്നും അസോസിയേഷൻ. പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധം. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, പഞ്ചാബ്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്കാണ് നിയന്ത്രണം. ഹരിയാനയിൽ മയക്കുമരുന്ന് സംഘത്തിൽപ്പെട്ട 3 പേർ പിടിയിൽ. ഇവരിൽ നിന്ന് 12,000 നിരോധിത ടാബ്ലറ്റുകൾ പിടിച്ചെടുത്തു. സംഘത്തെ പിടികൂടിയത് പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ. നോക്കാം അന്താരാഷ്ട്ര വാർത്തകൾ. മ്യാൻമറിൽ പ്രതിഷേധക്കാരുടെ ക്യാമ്പുകൾ ആക്രമിച്ച് പട്ടാളം. ആക്രമണമുണ്ടായത് കേൽ പട്ടണത്തിൽ. 5 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ. നിരവധി പേർക്ക് പരിക്ക്. മേഖലയിലെ ഇന്റർനെറ്റ് സേവനം പൂർണ്ണമായി അവസാനിപ്പിച്ചു.
അസ്ട്രാസെനേക വാക്സിൻ പ്രശ്നത്തിൽ വാർത്താ സമ്മേളനം വിളിച്ച് യൂറോപ്യൻ മെഡിസിൻ ഏജൻസി. ഇന്ന് വൈകുന്നേരം നടക്കുന്ന സമ്മേളനത്തിൽ രക്തം കട്ടപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട പരിശോധനാ ഫലങ്ങൾ വിശദീകരിക്കും. വാക്സിന് പാർശ്വഫലങ്ങൾ ഇല്ല എന്ന വാദമാണ് ഇതുവരെ യൂറോപ്യൻ യൂണിയൻ ഉന്നയിച്ചിരുന്നത്. ഇന്തോനേഷ്യയിൽ മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലും റോഡുകൾ ഒലിച്ചുപോയത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി. നൂറുകണക്കിന് ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. തെൽഗാര ദ്വീപിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താൻ ഹെലികോപ്റ്ററുകൾ വിന്യസിച്ചു. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ബെയ്ജിംഗ് ശീതകാല ഒളിമ്പിക്സ് ബഹിഷ്കരിക്കാനൊരുങ്ങിയ അമേരിക്ക. ചൈനയുടെ മനുഷ്യാവകാശ വിരുദ്ധ നിലപാടുകളിൽ വിയോജിച്ചാണ് നടപടി. സഖ്യരാജ്യങ്ങളുമായി ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തും. വിഷയത്തിൽ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ലെന്ന് വ്യക്തമാക്കി ജപ്പാൻ. മൊഡേണയുടെ കോവിഡ് പ്രതിരോധ വാക്സിൻ നിർമ്മാണം പുതുതായി ആരംഭിച്ചെന്ന് ബ്രിട്ടീഷ് ആരോഗ്യമന്ത്രി മാറ്റ് ഹാൻകോക്ക്. രാജ്യത്ത് മൂന്നാമതായി അനുമതി ലഭിച്ച വാക്സിൻ ഡോസുകളാണ് മൊഡേണയുടേത്. വെയിൽസിലാണ് വാക്സിൻ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. അസ്ട്രാസെനേകയുടെ വാക്സിൻ വിതരണം താൽക്കാലികമായി നിർത്തിവെച്ച് മധ്യ അമേരിക്കൻ രാജ്യമായ കോസ്റ്റാറിക്ക. യൂറോപ്യൻ മെഡിക്കൽ ഏജൻസിയുടെ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം വാക്സിൻ വിതരണത്തിൽ തീരുമാനമെടുക്കുമെന്ന് കോസ്റ്റാറിക്ക ആരോഗ്യമന്ത്രി. ഫ്രാൻസിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷം. 5 മാസത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കുകൾ റിപ്പോർട്ട് ചെയ്തു. ആശുപത്രികൾക്ക് മേൽ കടുത്ത സമ്മർദ്ദം. ഐസിയുവിൽ ചികിത്സയിലുള്ള കോവിഡ് ബാധിച്ചവരുടെ എണ്ണത്തിൽ വൻ വർധന. റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയുടെ ഡോക്ടർ അറസ്റ്റിൽ. ജയിലിൽ നിരാഹാരമിരിക്കുന്ന അലക്സി നവൽനിയെ സന്ദർശിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കൃത്യമായ ചികിത്സ വേണമെന്നാവശ്യപ്പെട്ടാണ് നവൽനി ജയിലിൽ ഉപവാസം നടത്തുന്നത്. റഷ്യ നവൽനിയെ സാവധാനം കൊലപ്പെടുത്തുകയാണെന്ന് വിമർശിച്ച് മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ. ഫ്ലോറിഡ ടാംപാ ബേ പരിസരത്ത് നിന്ന് താമസക്കാരെ ഒഴിപ്പിച്ച സർക്കാർ. നടപടി ഫ്ലോറിഡ മലിനജല സംഭരണിയിലെ ചോർച്ച രൂക്ഷമാകുന്നതിനെ തുടർന്ന് ജലസംഭരണി തകർന്നേക്കുമെന്ന് മേഖലയിൽ മലിനജലമുയർന്ന വെള്ളപ്പൊക്കം ഉണ്ടായേക്കുമെന്നും മുന്നറിയിപ്പ്. ഇസ്രായേലിൽ പുതിയ സർക്കാർ രൂപീകരിക്കാൻ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ ക്ഷണിച്ച് പ്രസിഡന്റ് റൂവൻ റിവ്ലിൻ. നെതന്യാഹുവിന് ക്ഷണം ലഭിച്ചത് സർക്കാർ രൂപീകരിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ. ഉയ്ഗുർ വംശജരായ 2 മുൻ സർക്കാർ ഉദ്യോഗസ്ഥരെ വധശിക്ഷയ്ക്ക് വിധിച്ച് ചൈന. വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയെന്നാരോപിച്ചാണ് നടപടി. ചൈനയുടെ ന്യൂനപക്ഷ വിരുദ്ധ നടപടിയിൽ ഇതോടെ വിമർശനം രൂക്ഷമായേക്കും. ബാർക്ലേസ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ ജനാല ചില്ലകൾ തകർത്ത് ലണ്ടനിലെ കാലാവസ്ഥാ പ്രതിഷേധക്കാർ. ലണ്ടനിലുള്ള ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെ ആക്രമണം. തകർന്ന വാഗ്ദാനങ്ങളെക്കാൾ നല്ലത് തകർന്ന ജനാലകൾ എന്നെഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു ആക്രമണം. അസ്ട്രാസെനേക വാക്സിന്റെ കയറ്റുമതി പെർമിറ്റ് റദ്ദാക്കാൻ യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെട്ടതായി ഓസ്ട്രേലിയ. കരാർ പ്രകാരമുള്ള വാക്സിൻ ഡോസുകൾ കയറ്റുമതി ചെയ്യാൻ ഓസ്ട്രേലിയ പരാജയപ്പെട്ടുവെന്ന വിമർശനത്തെ തുടർന്നാണ് പ്രതികരണം. ഇന്ത്യൻ നിർമ്മിത കോവിഡ് പ്രതിരോധ വാക്സിന് അടിയന്തര അനുമതി നൽകി മെക്സിക്കോ. ഇന്ത്യയുടെ കോവാക്സിനാണ് അനുമതി നൽകിയിരിക്കുന്നതെന്ന് മെക്സിക്കൻ വിദേശകാര്യമന്ത്രി മാർസെലോ എബ്രാഡ്. ബ്രസീലിൽ ഒരാഴ്ച നീണ്ട പ്രതിഷേധ സമരവുമായി ലൈംഗിക തൊഴിലാളികൾ. ആദ്യഘട്ട വാക്സിൻ വിതരണ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. കോവിഡ് കാലത്തെ സേവനങ്ങൾ പരിഗണിച്ച് മുൻനിര പോരാളികളായി തങ്ങളെയും പരിഗണിക്കണമെന്നും ആവശ്യം. അമേരിക്കയിലെ കോർപ്പറേറ്റ് നികുതി വർധനവിനെ പിന്തുണച്ച് ആമസോൺ സിഇഒ ജെഫ് ബെസോസ്. നികുതി അടവിൽ വീഴ്ച വരുത്തുന്നതിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട വ്യക്തിയാണ് ജെഫ് ബെസോസ്. പ്രസ്താവനയോട് പ്രതികരിക്കാതെ വൈറ്റ് ഹൌസ്. രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ പാസ്പോർട്ടുകൾ ഏർപ്പെടുത്തില്ലെന്ന് അമേരിക്ക. നടപടി യാത്രക്കാർക്കിടയിൽ വിവേചനം ഉണ്ടായേക്കുമെന്ന വിലയിരുത്തലിന് പിന്നാലെ കോവിഡ് സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി വാക്സിൻ സ്വീകരിച്ചവർക്ക് പ്രത്യേകം പാസ്പോർട്ട് നൽകാനുള്ള തീരുമാനമാണ് മാറ്റിയത്. ജപ്പാൻ നഗരമായ ഒസാക്കയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കോവിഡ് പ്രതിദിന കണക്കുകൾ ഉയർന്നതിനെ തുടർന്നാണ് നടപടി. മേഖലയിൽ 4ാം വ്യാപനമെന്ന ആശങ്കയുള്ളതായി ആരോഗ്യവകുപ്പ്. വിനോദ തീം പാർക്കുകൾ തുറന്ന് കാലിഫോർണിയ. 1 വർഷത്തിന് ശേഷമാണ് തീം പാർക്കുകൾ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്നത്. മാസ്ക് ഉൾപ്പെടെയുള്ള കോവിഡ് നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടായിരിക്കും തീം പാർക്കുകളുടെ പ്രവർത്തനം. നോർവീജിയൻ കടലിൽ ഗതി തെറ്റിയ ചരക്ക് കപ്പലിലെ ജീവനക്കാരെ എയർലിഫ്റ്റിംഗിലൂടെ രക്ഷിച്ചു. ഡച്ച് എണ്ണക്കപ്പലാണ് ഗതി തെറ്റി കടലിൽ അകപ്പെട്ടത്. സ്പോർട്സ്.
ചാമ്പ്യൻസ് ലീഗ് ആദ്യപാദ ക്വാർട്ടറിൽ ലിവർപൂളിനെ തകർത്ത് റയൽ മാഡ്രിഡ്. വിജയം 1-നെതിരെ 3 ഗോളുകൾക്ക്. വിനീഷ്യസ് ജൂനിയറിന് ഇരട്ട ഗോൾ. മറ്റൊരു മത്സരത്തിൽ ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെതിരെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ജയം. Com essa curiosidade, Modric por posse de bola. Oi, Asensio, vai ser o segundo, a bola vai entrar, entra! Está perdendo o Liverpool. ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടറിൽ ഇന്ന് PSG ബയേൺ മ്യൂണിക് പോരാട്ടം. പരിക്കിൽ നിന്ന് മോചിതനായ സൂപ്പർ താരം നെയ്മർ ഇന്ന് കളിക്കും. മറ്റൊരു മത്സരത്തിൽ ചെൽസി FC പോർട്ടോയുമായി ഏറ്റുമുട്ടും. ഇറ്റാലിയൻ ലീഗിൽ ഇന്ന് യുവന്റസ് ഇന്റർ മിലാൻ ടീമുകൾ കളത്തിൽ. യുവന്റസ് നപ്പോളിയെ നേരിടും. സാസുവോളോ FC യാണ് ഇന്റർ മിലാന്റെ എതിരാളി. ദക്ഷിണാഫ്രിക്ക പാകിസ്ഥാൻ 3-ാം ഏകദിനം ഇന്ന്. ജയിക്കുന്നവർക്ക് പരമ്പര. ജില്ലാ വാർത്ത. തിരുവനന്തപുരം വലിയതുറ പോലീസ് സ്റ്റേഷനിൽ തീപിടുത്തം. 40 തൊണ്ടിവാഹനങ്ങൾ കത്തിനശിച്ചു. 3 അഗ്നിശമന സേനാ യൂണിറ്റുകളെത്തി തീയണച്ചു. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഈ മാസം 8, 9, 10 തീയതികളിൽ ജലവിതരണം മുടങ്ങും. നടപടി കേരള വാട്ടർ അതോറിറ്റിയുടെ വെള്ളയമ്പലത്തെ ശുദ്ധീകരണശാലയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ. മഹാത്മാഗാന്ധി പീസ് ഫൗണ്ടേഷന്റെ 30ാമത് വാർഷിക ദിനാഘോഷവും ഗാന്ധി പുരസ്കാര സമർപ്പണവും നാളെ രാവിലെ 10:30 കൊല്ലം പബ്ലിക് ലൈബ്രറി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മിസോറാം ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം നിർവഹിക്കും. ഡോക്ടർ ഷഹാൽ ഹസൻ മുസ്ലിയാർ, R പ്രകാശൻ പിള്ള എന്നിവർക്കുള്ള പുരസ്കാരവും നൽകും. കൊല്ലം പെരുമൺ പേഴുംതുരുത്ത് ജങ്കാർ സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചു. നടപടി കടവിൽ രൂപം കൊണ്ട മണൽത്തിട്ടയും കായലിലെ ശക്തമായ വേലിയിറക്കത്തെയും തുടർന്ന് ജങ്കാർ സർവീസ് നിലച്ചതോടെ യാത്രക്കാർ ദുരിതത്തിൽ. കോവിഡ് പോസിറ്റീവാണെന്ന കാര്യം മറച്ചുവെച്ച് വോട്ട് ചെയ്യാനെത്തിയ സ്ത്രീക്കെതിരെ കേസ്. ഇരവിപുരം പോലീസും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേസെടുത്തത് താന്നി സ്വദേശിക്കെതിരെ. ഇവർ വോട്ട് ചെയ്യാനെത്തിയത് താന്നി സ്കൂളിലെ 124-ാം ബൂത്തിൽ. പട്ടികവിഭാഗത്തിൽപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് പശ്ചിമബംഗാൾ സ്വദേശിക്ക് 35 വർഷം കഠിന തടവ്. 50,000 രൂപ പിഴയും വിധിച്ച് പത്തനംതിട്ട അഡീഷണൽ സെഷൻസ് ഫാസ്റ്റ് കോടതി. ജില്ലയിൽ പോക്സോ കേസിൽ ഇത്തരമൊരു ശിക്ഷ വിധിക്കുന്നത് ഇതാദ്യം. പത്തനംതിട്ട കുമ്പളയിൽ 5 വയസ്സുകാരിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ രണ്ടാനച്ഛൻ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട സംഭവത്തിൽ നടപടി. പത്തനംതിട്ട സ്റ്റേഷനിലെ റൈറ്റർ രവിചന്ദ്രനെ സസ്പെൻഡ് ചെയ്തു. കുട്ടിയുടെ മൃതദേഹം നഗരസഭ ഏറ്റുവാങ്ങി സംസ്കരിച്ചു. ആലപ്പുഴ ഹരിപ്പാട് കാരമുട്ടയിൽ ശ്രീ കണ്ണമ്പള്ളിൽ ശ്രീ മഹാദേവ ദേവീക്ഷേത്രത്തിലെ കാണിക്കമഞ്ച് അപഹരിച്ചു. 2 നിലവിളക്കുകളും മോഷണം പോയി. ഹരിപ്പാട് പോലീസിൽ പരാതി നൽകി ക്ഷേത്ര ഭാരവാഹികൾ. ആലപ്പുഴ കലവൂരിൽ പൂട്ടിക്കിടക്കുന്ന എക്സൽ ഗ്ലാസസ് ഫാക്ടറിയുടെ 6ാമത് പുനർലേലം ഇന്ന്. ഫാക്ടറി പ്രവർത്തനരഹിതമായിട്ട് 8 വർഷം പിന്നിട്ടു. ജീവനക്കാർക്ക് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടില്ല. കടുത്തുരുത്തിയിൽ രാസവസ്തു കഴിച്ചയാൾ മരിച്ചു. ചങ്ങനാശ്ശേരി സ്വദേശി രവീന്ദ്രനാണ് മരിച്ചത്. യൂത്ത് ഫ്രണ്ട് മദ്യം വിതരണം ചെയ്തെന്ന ആരോപണവുമായി UDF. കോട്ടയത്ത് വോട്ട് ചെയ്യാനെത്തിയ വയോധിക കുഴഞ്ഞു വീണ് മരിച്ചു. സംഭവം SH മൗണ്ട് സ്കൂളിൽ. മരിച്ചത് കോട്ടയം നിയോജക മണ്ഡലത്തിലെ അന്നമ്മ ദേവസ്വം. ഇടുക്കിയിൽ ബൈസൺവാലി കാക്കാക്കട ഭാഗത്ത് കാർ നിയന്ത്രണം വിട്ട് വീട്ടുമുറ്റത്തേക്ക് മറഞ്ഞു. തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിൽ ഉണ്ടായിരുന്ന 4 പേർക്ക് പരിക്ക്. കൊച്ചാപ്പള്ളിൽ പുരുഷോത്തമന്റെ വീടിന്റെ മുറ്റത്തേക്കാണ് കാർ മറിഞ്ഞത്. ശക്തമായ കാറ്റിലും മഴയിലും ഇടുക്കി തൊടുപുഴ താലൂക്കിൽ പരക്കെ നാശനഷ്ടം. മുട്ടം, കുടയത്തൂർ, അറക്കുളം, കരികുന്നം പ്രദേശങ്ങളിൽ മരങ്ങൾ വീണതിനെ തുടർന്ന് വീടുകൾക്ക് നാശം സംഭവിച്ചു. വിവിധയിടങ്ങളിൽ വൈദ്യുതി ലൈനുകൾ തകർന്ന നിലയിൽ. എറണാകുളം നെട്ടൂരിൽ വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം. 50,000 രൂപയുടെ നഷ്ടമുണ്ടായെന്ന് വ്യാപാര സ്ഥാപന ഉടമ. പഴങ്ങാട് ജംഗ്ഷൻ മുതൽ കുമ്പളങ്ങി എഴുപുന്നപ്പാലം വരെ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടങ്ങും. കലൂർ സെഷനിലെ പൈപ്പ് ലൈൻ റോഡ്, ചർച്ച് റോഡ്, ശാന്തിവനം, പത്മശ്രീ അപ്പാർട്ട്മെന്റ് എന്നിവിടങ്ങളിൽ ഉച്ചയ്ക്ക് 2 വരെയും വൈദ്യുതി വിതരണം തടസ്സപ്പെടും. തൃശൂർ വില്ലടം സെന്റ് തോമസ് പള്ളിയിലെ സംയുക്ത തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ആന്റണി അമുത്തൻ കൊടിയേറ്റം നിർവഹിച്ചു. ശനിയാഴ്ച രാവിലെ 7 മണിക്ക് പ്രസുദ്ധി വാഴ്ചയും വിശുദ്ധ കുർബാനയും നടക്കും. തൃശൂരിൽ ബിൽഡേഴ്സ് അസോസിയേഷന്റെ ഇന്ത്യയുടെയും ആരോഗ്യവകുപ്പിന്റെയും ആഭിമുഖ്യത്തിലുള്ള മെഗാ വാക്സിനേഷൻ ക്യാമ്പ് ആരംഭിച്ചു. ടൗൺ ഹാളിൽ നടക്കുന്ന ക്യാമ്പ് ഈ മാസം 17 വരെ നീണ്ടു നിൽക്കും. തൃശൂർ പൂരത്തിനു മുൻപ് പരമാവധി ആളുകൾക്ക് കുത്തിവയ്പ് നൽകുകയാണ് ലക്ഷ്യം. പാലക്കാട് നഗരത്തിൽ ചൂട് കൂടിയതോടെ ശീതള പാനീയ വിപണി സജീവം. നാരങ്ങാ വെള്ളം മുതലുള്ള വിവിധ പാനീയങ്ങൾ പാതയോരങ്ങളിലെ കടകളിൽ സുലഭം. മൺസൂണിലെ വിൽപ്പനയിടിവ് വേനലിൽ തിരിച്ചുപിടിച്ച് കച്ചവടക്കാർ. പാലക്കാട് മംഗലം ഡാം റിസർവോയറിലെ തുരുത്തുകളിൽ മരത്തടികൾ നശിക്കുന്നു. കാറ്റിൽ കടപുഴകി വീണും പ്രായാധികവും മൂലം മരങ്ങൾക്ക് കേടുപാടുകൾ.
തടികൾ ലേലം ചെയ്ത് മുറിച്ചു മാറ്റുകയോ പൊതുസ്ഥാപനങ്ങളുടെ നിർമ്മാണത്തിനോ എടുക്കുന്നില്ലെന്ന് ആക്ഷേപം. പാലക്കാട് നിയന്ത്രണം വിട്ട കാറിടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. പറളി ചിമ്മിണിക്കാവ് സ്വദേശി കുസുമമാണ് മരിച്ചത്. അപകടത്തിൽ ഡ്രൈവർക്കും പരുക്ക്. നിലമ്പൂരിൽ ക്ഷേത്രഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം നടത്തിയ പ്രതിപിടിയിൽ അറസ്റ്റായത് കുന്നുമൽ ആബിദ്. മോഷണം നടന്നത് മുമ്മുള്ളി കുട്ടിച്ചാത്തൻകാവ്. കോഴിക്കോട് ജില്ലയിൽ മെഗാ വാക്സിനേഷൻ ക്യാമ്പയിൻ ആരംഭിച്ചു. 7 കേന്ദ്രങ്ങളിലായി ക്യാമ്പ് നടക്കും. പൊതുജനങ്ങൾക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ നടത്താൻ സൗകര്യം ഉണ്ടായിരിക്കും. കോഴിക്കോട് നാദാപുരത്ത് 160 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും പിടികൂടി. പരിശോധന സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി എക്സൈസ്. കോഴിക്കോട് മുക്കത്ത് വോട്ട് ചെയ്യാനെത്തിയവർക്ക് നേരെ കാട്ടുപന്നി ആക്രമണം. 2 പേർക്ക് പരിക്ക്. ആക്രമണം തോട്ടുമുക്കം ഗവൺമെന്റ് UP സ്കൂളിലെ 156 ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയവർക്ക് നേരെ. മാനന്തവാടിയിൽ അനധികൃതമായി കടത്തിയ വിദേശ മദ്യവുമായി ഒരാൾ അറസ്റ്റിൽ. പിടിയിലായത് വെള്ളറ സ്വദേശി ഷാജി സക്കറിയ. തോൽപ്പെട്ടിയിൽ നടന്ന പരിശോധനയിൽ പിടിച്ചെടുത്തത് 5 ലിറ്റർ മദ്യം. വയനാട് കോളേരിയിൽ കാട്ടാനശല്യം രൂക്ഷം. ചേലക്കൊല്ലി കവലമറ്റം മേഖലകളിൽ പകൽ സമയങ്ങളിലും പുറത്തിറങ്ങാനാകുന്നില്ലെന്ന് നാട്ടുകാർ. വനപാലകർക്ക് പരാതി നൽകിയെങ്കിലും പരിഹാരമില്ലെന്ന് പ്രദേശവാസികൾ. വയനാട്ടിലെ ആദ്യ സെവൻസ് ഫുട്ബോൾ ടർഫ് കോർട്ട് മാനന്തവാടി ചുണ്ടമുക്ക് 2-4 ഉദ്ഘാടനം നിർവഹിച്ച് ISL ഫുട്ബോൾ താരം VP സുഹൈൽ. ഗൂഗിളും FC താരങ്ങളായ എമിൽ ബെന്നി, അലക്സ് സജി, ഗിഫ്റ്റി ഗ്രേഷ്യസ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രദർശന മത്സരം നടന്നു. സ്പന്ദനം മാനന്തവാടി ജീവകാരുണ്യ സംഘടനയുടെ കുടുംബസംഗമവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു. ഉദ്ഘാടനം നിർവഹിച്ച് മുഖ്യ രക്ഷാധികാരി ജോസഫ് ഫ്രാൻസിസ് വടക്കേടത്ത്. സ്പന്ദനം പ്രസിഡന്റ് ബാബു ഫിലിപ്പ് ചടങ്ങിൽ അധ്യക്ഷനായി. വയനാട്ടിൽ കോളനി കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തുന്ന യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് പൂതാടി സ്വദേശി അനൂപ്. അറസ്റ്റ് ബത്തേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ KD സതീഷിന്റെ നേതൃത്വത്തിൽ. കണ്ണൂർ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 3 കിലോ സ്വർണം പിടികൂടി. 3 പേരിൽ നിന്നായി പിടിച്ചെടുത്തത് 1,30 ലക്ഷം രൂപയുടെ സ്വർണം. കാസർഗോഡ് സ്വദേശികൾ കസ്റ്റംസിന്റെ പിടിയിൽ. മാഹി മെയിൻ റോഡിൽ നിയന്ത്രണം വിട്ട ലോറിയിടിച്ച് റോഡരികിൽ നിർത്തിയിട്ട വാഹനങ്ങൾ തകർന്നു. ലോറി ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് പോലീസ്. അപകടം CC ബാറിന് സമീപം. കണ്ണൂർ ജില്ലയിലെ വളപട്ടണം ദേശീയപാതയിൽ ഗതാഗത കുരുക്കിന് ശമനമില്ല. കാഞ്ഞങ്ങാട് നിന്ന് വരുന്ന ബസ് യാത്രക്കാർക്ക് വളപട്ടണം കടക്കാൻ മണിക്കൂറുകൾ സമയമെടുക്കുന്നു. തളിപ്പറമ്പ് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ വൺ വേ പാലിക്കാത്തത് അപകടങ്ങൾക്ക് കാരണമാകുന്നു. അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകണമെന്ന് നാട്ടുകാർ. കാസർഗോഡ് കാഞ്ഞങ്ങാട് കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിൽ ഇടിച്ച അപകടം. കാഞ്ഞങ്ങാട് സ്വദേശികളായ മദൻ മോഹൻദാസ് എന്നിവർക്ക് പരിക്ക്. അപകടം കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് തിരികെ വരുമ്പോൾ. ന്യൂസിലേക്ക് നോക്കാം. എന്റർടൈൻമെന്റ് ന്യൂസ്. സാനു ജോൺ വർഗീസ് സംവിധാനം ചെയ്ത ആർക്കറിയാം എന്ന ചിത്രത്തിന്റെ സ്നീക് പിക് വീഡിയോ പുറത്തിറങ്ങി. ബിജു മേനോൻ, പാർവതി തിരുവോത്, ഷറഫുദ്ദീൻ എന്നിവർ പ്രധാന വേഷങ്ങൾ. വിനോദ് അഗസ്റ്റിനാ വിനോദിന്റെ കൈവെട്ടി ഈ കഴിക്കാൻ പറ്റി. ഇത് കരിമ്പിൻ ജ്യൂസ് അടിക്കുന്ന മെഷീനിൽ പോയതാ. തമിഴ് മലയാളം ഭാഷകളിലായി ഒരുങ്ങുന്ന പുതിയ ചിത്രം ഒറ്റിൽ ബോളിവുഡ് താരം ജാക്കി ഷറൂഫും ഗോവയിലും മംഗലാപുരത്തുമായി ചിത്രീകരിക്കുന്ന ഒറ്റ് സംവിധാനം ചെയ്യുന്നത് തീവണ്ടി സിനിമയുടെ സംവിധായകനായ TP ഫെലിനിയാണ്. തമിഴിൽ രണ്ടകം എന്ന പേരിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ അരവിന്ദ് സ്വാമിയും കുഞ്ചാക്കോ ബോബനുമാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. നമ്പി നാരായണന്റെ ജീവിതം ആധാരമാക്കി നിർമ്മിക്കുന്ന റോക്കറ്റ് ദ നമ്പി എഫക്ട് സിനിമയ്ക്ക് ആശംസകളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നടൻ മാധവനാണ് ചിത്രത്തിന്റെ സംവിധാനം. ഫാക്ട് ചെക്ക്. ഫിലിപ്പൈൻസിൽ IS ഭീകരർ ക്രിസ്ത്യൻ പള്ളി തകർത്തെന്ന പ്രചാരണം വ്യാജം. 2017 ഭീകരാക്രമണത്തിന്റെ വീഡിയോയാണ് 2021 എന്ന പേരിൽ പ്രചരിപ്പിക്കുന്നത്. ഈ മാസം 15 രാജ്യത്ത് 50,000 കോവിഡ് മരണമുണ്ടാകുമെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയെന്ന പ്രചാരണം വ്യാജം. ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പും നൽകിയിട്ടില്ലെന്ന് WHO. ഇപ്പോൾ കിട്ടിയത്. സുപ്രീം കോടതി വിധികൾക്കും ഫയലിംഗിനുമായി പുതിയ 2 വെബ്സൈറ്റുകൾ. വെള്ളിയാഴ്ച വെബ്സൈറ്റുകളുടെ ഉദ്ഘാടനം ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് നിർവഹിക്കുമെന്ന് സുപ്രീം കോടതിയുടെ കമ്മിറ്റി അറിയിച്ചു. സ്വർണ്ണക്കടത്ത് കേസിൽ സന്ദീപ് നായർ അടക്കം 5 പ്രതികളെ മാപ്പുസാക്ഷികളാക്കി NIA കോടതി. സന്ദീപ് നായരെ കൂടാതെ മുഹമ്മദ് അൻവർ, അബ്ദുള്ള അസീസ്, നന്ദു എന്നിവരാണ് മാപ്പുസാക്ഷികൾ.
4 മുൻ സൈനികർക്ക് ജീവപര്യന്തം തടവ് വിധിച്ച് തുർക്കി. നടപടി 2016 നടന്ന സൈനിക അട്ടിമറി ശ്രമത്തിൽ 4 വർഷം മുൻപ് അറസ്റ്റിലായ 300-ലേറെ വ്യോമസേന ഉദ്യോഗസ്ഥർ തടവിൽ തുടരുകയാണ്. മൻസൂഖ് ഹിരണിന്റെ ദുരൂഹ മരണത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട 2 പോലീസ് ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് NIA. വിനായക് ഷിൻഡെ, നരേഷ് ധരെ എന്നിവരുടെ ജുഡീഷ്യൽ കസ്റ്റഡിക്കായാണ് അപേക്ഷ. അംബാനിയുടെ വീടിന് സമീപം സ്ഫോടക വസ്തുക്കളുമായി കണ്ടെത്തിയ വാഹനത്തിന്റെ ഉടമയായിരുന്നു മൻസൂഖ്. കോവിഡ് സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ച് G20 രാജ്യങ്ങളിലെ സാമ്പത്തിക വിദഗ്ധർ $650 ബില്യൺ അടിയന്തര പാക്കേജ് പ്രഖ്യാപിക്കും. വികസ്വര രാജ്യങ്ങളുടെ വായ്പാ തിരിച്ചടവിൽ സമയം കാലാവധി നീട്ടിയേക്കും.